അപ്പൊ മക്കളെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് 7, 10, 13 എക്സെട്ര 7, 10, 13 എക്സെട്ര പറഞ്ഞ് എന്ത് തന്നിട്ടുണ്ട്? ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? ഈസ് 167 a term of this sequence. അതായത് 167 ഈ ശ്രേണിയിലെ ഒരു പദമാണോ എന്നാണ് ചോദിച്ചത്. എങ്ങനെ നമ്മൾ ഒരു പദമാണോ ചോദിച്ചാൽ കണ്ടുപിടിക്കുക? അതായത് ഒരു സീക്വൻസ് തന്നിട്ട് ഏതെങ്കിലും ടേം ഈ സീക്വൻസിൽ ഉള്ളതാണോ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇവിടെ എത്ര കോമൺ ഡിഫറൻസ് വരിക? കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? 10 - 7 അല്ലേ? അപ്പൊ 10 - 7 = നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അതായത് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സീക്വൻസിന്റെ ഏതെങ്കിലും ഒരു ടേമിനെ കൊണ്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ സീക്വൻസിൽ ഏത് ടേം എടുത്താലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ടേമിനെ കൊണ്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ അതിൽ ഫസ്റ്റ് ടേം തന്നെ എടുക്കാം. അതായത് 7നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം 7ൽ എത്ര 3 ഉണ്ട്? 2 അല്ലേ? അപ്പൊ 2 വട്ടം 2 × 3 = 6 എന്ന് കിട്ടും. 7 - 6 പറഞ്ഞാൽ 1 എന്ന് നമുക്ക്, അതായത് റിമൈൻഡർ എത്ര കിട്ടി മക്കളെ? നമുക്ക് 1 എന്ന് കിട്ടി. ഇതിന്റെ അർത്ഥം ഈ സീക്വൻസിന്റെ ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. ഈ ശ്രേണിയിലെ ഏത് പദത്തിനെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എത്ര ഉള്ളു കിട്ടുക മക്കളെ? 1 ഉള്ളു കിട്ടുക. നിങ്ങൾ 10 കൊണ്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കോ, അല്ലെങ്കിൽ 13 കൊണ്ട് ചെയ്ത് നോക്കോ. ഈ സീക്വൻസിന്റെ ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് റിമൈൻഡർ എത്ര വരിക? 1 എന്ന് വരിക. അങ്ങനെയാണ് നമ്മളോട് എന്താ മക്കളെ ചോദിച്ചത്? 167 ടേം ആണോ എന്നല്ല ചോദിച്ചേ. 167 ഈ സീക്വൻസിന്റെ ടേം ആണെങ്കിൽ എന്താ നമുക്കറിയാം? നമ്മളിപ്പോ പറഞ്ഞു ഈ സീക്വൻസിന്റെ ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1 അല്ലേ കിട്ടുക. അങ്ങനെയാണെങ്കിൽ 167 ഈ സീക്വൻസിന്റെ ടേം ആവണമെങ്കിൽ അതിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടണം. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ. അതായത് 167 ÷ 3. 1ൽ 3 പോവോ? ഇല്ല. 16ൽ 3 എത്ര വട്ടം മക്കളെ? 5 വട്ടാണ്. 5 × 3 = 15. ഇനി 16ന് 15 കുറച്ചാ 1. 1ൽ 3 പോവോ? ഇല്ല. അപ്പൊ നമ്മൾ 7 കൂടി ഇറക്കിയിടും. 17ൽ 3 എത്ര വട്ടം മക്കളെ? 5 വട്ടം തന്നെയാണ്. 5 × 3 = 15 എന്ന് കിട്ടും. അതായത് 17 - 15 എത്ര കിട്ടും നമുക്ക്? 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടിയേ? 2 എന്നാ കിട്ടിയേ. നമുക്ക് റിമൈൻഡർ എത്ര വേണ്ടീനെ? 1 അല്ലേ കിട്ടണ്ടേ? 1 ആണെങ്കിൽ മാത്രമുള്ളല്ലേ ഈ 167 സീക്വൻസിന്റെ ടേം ആവുക. അപ്പൊ റിമൈൻഡർ സെയിം ആണോ? അല്ല. റിമൈൻഡർ സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഇത് സീക്വൻസിന്റെ ടേം ആണ്. റിമൈൻഡർ സെയിം അല്ലെങ്കിൽ എന്ത് പറയാം? 167 സീക്വൻസിന്റെ എന്തല്ല? ഒരു ടേം അല്ല. അപ്പൊ നമ്മൾ എഴുതുമ്പോ റിമൈൻഡർ സെയിം ആണോ? അല്ല. റിമൈൻഡർ ഈസ് നോട്ട് സെയിം. റിമൈൻഡർ എന്തല്ല? സെയിം അല്ല. Therefore 167 is not a term of this sequence. ഓക്കെ, മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? ശിഷ്ടം തുല്യമല്ല, അതുകൊണ്ട് 167 ഈ ശ്രേണിയിലെ ഒരു പദമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 73 ടേം ആണോ നോക്കിയാലോ? 73 ഈ സീക്വൻസിലെ ഒരു പദമാണോ എന്ന് നോക്കിയാലോ? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം 73നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ നോക്കുമ്പോൾ 7ൽ 3 എത്ര വട്ടാ മക്കളെ? 2 വട്ടാണ്. 2 × 3 = 6 എന്ന് വരും. 7ന് 6 കുറച്ചാൽ ബാക്കി 1. 1ൽ പോവോ? ഇല്ല. അപ്പൊ നമ്മൾ 13 ഇറക്കിയിടും. 13ൽ 3 എത്ര വട്ടാ മക്കളെ? 4 വട്ടാണ്. 4 × 3 = 12. റിമൈൻഡർ എത്ര കിട്ടിയ നമുക്ക്? 1 എന്ന് കിട്ടി. അതായത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഈ സീക്വൻസിന്റെ ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര ഉള്ളു കിട്ടുക? 1 ഉള്ളു കിട്ടുക. 73നെ ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി നമുക്ക്? 1 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? 73 ഈ സീക്വൻസിന്റെ എന്താ മക്കളെ? ഒരു ടേം ആണ് എന്നാണ്. അപ്പൊ മക്കളെ നമ്മുടെ അടുത്ത കൺസെപ്റ്റിലേക്ക് പോയാൽ എന്താ നമ്മുടെ അടുത്ത കൺസെപ്റ്റ്? പൊസിഷൻ ഓഫ് എ ടേം. അതായത് ഒരു പദത്തിന്റെ സ്ഥാനം ഏതാന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n = xn - x1 / d + 1. അതായത് x എന്ന് പറഞ്ഞ എന്താ ഇവിടെ? ഗിവൺ ടേം. അപ്പൊ നമുക്കൊരു ടേം തന്നിട്ടല്ലേ എത്രാമത്തെ പൊസിഷൻ ആണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗിവൺ ടേമിനെയാണ് നമ്മൾ x എന്ന് വിളിക്കുക. x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫസ്റ്റ് ടേം, ആദ്യ പദമാണ്. എന്താണ് d പറഞ്ഞാല്? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമാണ്. അങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നിക്കണേ? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 122 ഇൻ ദ സീക്വൻസ് 6, 10, 14 എക്സെട്ര. അതായത് 6, 10, 14 എക്സെട്ര പറഞ്ഞ സമാന്തര ശ്രേണിയിൽ 122 പറഞ്ഞ പദത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞു.
അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെയും ചോദിക്കാം 122, 6, 10, 14 എക്സെട്ര പറഞ്ഞ സീക്വൻസിന്റെ എത്രാമത്തെ ടേം ആണ് എന്നും ചോദിക്കാം. അങ്ങനെയും ചോദിക്കാം. നമ്മളോട് പൊസിഷൻ എത്രയെന്നും ചോദിക്കാം. അല്ലെങ്കിൽ എത്രാമത്തെ ടേം ആണ്, എത്രാമത്തെ പദമാണ്, ഇങ്ങനെയും നമ്മളോട് ചോദിക്കാം. അതായത് ഗിവൺ ടേമിന്റെ പൊസിഷൻ ഏതാന്ന് ചോദിച്ചാലും വിച്ച് ടേം, ഏത് ടേം ആണ് ചോദിച്ചാലും ഒക്കെ നമുക്ക് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയാലോ. അതായത് എന്താ നമ്മുടെ ഇക്വേഷൻ? n is equal to xn minus x1 by d plus 1 എന്നാണ്. ഇനി നിങ്ങളുടെ സ്കൂളിലൊന്ന് ഇക്വേഷൻ എഴുതണ്ട പറയുകയാണെങ്കിൽ ഇക്വേഷൻ സൈഡിലൊന്ന് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ആൻസർക്ക് വരാം. ആൻസർ എന്താ വരിക? n is equal to, നമുക്കറിയാം എന്റെ x എന്ന് പറഞ്ഞാല് ഗിവൺ ടേം അല്ലേ. ഇവിടെ ഗിവൺ ടേം ഏതാ മക്കളെ? 122 ആണ്. അപ്പൊ 122 മൈനസ് എന്റെ x1 എന്ന് പറഞ്ഞാല് ആദ്യ പദല്ലേ, ഫസ്റ്റ് ടേം അല്ല, ഏതാണ് അവിടെ? 6 എന്ന് വരും. ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര കിട്ടുക? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 10 മൈനസ് 6 ഈസ് ഈക്വൽ ടു നമുക്ക് 4 എന്ന് കിട്ടും. അപ്പൊ ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 എന്ന് വരും. പ്ലസ് 1 ഔട്ട്സൈഡ് ആണ്, ഇതിന്റെ കൂടെ അല്ലെ, പുറത്താണ്. പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താ വരിക? 122 മൈനസ് 6 പറഞ്ഞാൽ നമുക്കറിയാം 116 ആണ്. ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എത്ര മക്കളെ? 116/4. എങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക? 116 എന്തൊട്ട് ഹരിക്കണം? 4 കൊണ്ട് ഹരിക്കണം. 11ൽ 4 എത്ര വട്ട മക്കളെ? 2 വട്ടാണ്. 2 × 4 = 8 എന്ന് കിട്ടും. 11 8 കുറച്ചാ 3 വരും. 3ൽ പോവോ? 4 ഇല്ല. അപ്പൊ 6 നമ്മൾ അടിയിൽ ഇറക്കിയിടും. 36ൽ 4 9 വട്ടാണ്. 9 × 4 = 36 എന്ന് വരും. റിമൈൻഡർ എത്ര കിട്ടും? 0 കിട്ടും. അപ്പൊ 116ൽ 4 എത്ര വട്ടാ മക്കളെ? 29 ടൈംസ് ആണ്. അപ്പൊ 29 പ്ലസ് 1 ഈസിക്കൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 30 എന്ന് ആൻസർ കിട്ടും. അതായത് 122 ഈ സീക്വൻസിൽ എത്രാമത്തെ ടേം ആണ്? 30ാമത്തെ ടേം ആണ്.